ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പെന്നൊക്കെ റെഡി ആണല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പെൻ, everything should be ready. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഫസ്റ്റ് യൂണിറ്റിലെ. ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ഓർക്കുക, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് അല്ലേ? വോയിസ് ക്ലിയർ ആണല്ലോ? ഓക്കെ. അതിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏതാ? ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. It's a biography of Stephen Hawking, a well-known physicist. Okay, well-known physicist. കഴിഞ്ഞ ദിവസം ഇല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഭാഗം വരെ ഒന്ന് പറയാം. അതിനു മുമ്പ് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യുക. ഏത് വരെയാണ് നമ്മൾ നിർത്തിയത്? എത്രാമത്തെ പാരഗ്രാഫ് വരെയാണ് നിർത്തിയത്? ഏത് പേജ്, എത്രാമത്തെ പാരഗ്രാഫ്? ഒന്ന് ആരെങ്കിലും പറയാമോ? പ്രൊഡിജി വരെയോ? അതെവിടെയാ? ഓക്കെ, കിട്ടി. അതായത് നിങ്ങൾ ഉദ്ദേശിച്ചത് 19ാമത്തെ പേജില് 1, 2, 3ാമത്തെ പാരഗ്രാഫ് അല്ലേ? 8 പാരഗ്രാഫ്. അതായത് 19ലെ 3ാമത്തെ പാരഗ്രാഫ്. പേജ് നമ്പർ 19ലെ 3ാമത്തെ പാരഗ്രാഫ്. അതായത് ഇറ്റ് വാസ് എ ബ്രൈറ്റ് ക്ലാസ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റൈറ്റ്? ഓക്കെ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു ഹീറോയിക് ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് അല്ലെ? ഹി വാസ് അറ്റൻഡിങ് എ ലെക്ചർ ഇൻ കോക്രോഫ്റ്റ് ലെക്ചർ റൂം. ഹി വാസ് അറ്റൻഡിങ് എ ക്ലാസ് ഇൻ കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കോക്രോഫ്റ്റ് ലെക്ചർ റൂം എവിടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? എവിടെയാണ്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കോക്രോഫ്റ്റ് ലെക്ചർ റൂമാണ്. ദെൻ സ്റ്റീഫൻ വാസ് എ ലുസേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്. ലുസേഷ്യൻ പ്രൊഫസർഷിപ്പ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതൊക്കെ ചില ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഇല്ലാത്ത എഴുതിയിരിക്കുക. കോക്രോഫ്റ്റ് ലെക്ചർ റൂം മീൻസ് ഇറ്റ്സ് ആൻ ഓഡിറ്റോറിയം ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ്, ലുസേഷ്യൻ പ്രൊഫസർഷിപ്പ് എന്താണ്? ഇറ്റ്സ് എ പ്രൊഫസർഷിപ്പ് ഫോർ മാത്തമാറ്റിക്സ് പ്രൊഫസേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് പ്രൊഫസേഴ്സിന് കൊടുക്കുന്ന, മാത്തമാറ്റിക്സ് അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു പ്രൊഫസർഷിപ്പ്, ഒരു ഓണററി പ്രൊഫസർഷിപ്പ് ആണ് ലുസേഷ്യൻ പ്രൊഫസർഷിപ്പ്. സോ സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ ലുസേഷ്യൻ പ്രൊഫസർ ഇൻ Cambridge University. He was attending a seminar or a lecture on the topic is the end in sight for theoretical physics. He was talking about the end of theoretical physics. What is theoretical physics? We have already discussed in last class. What is theoretical physics? Can you say? നിങ്ങൾ പറയാൻ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുള്ളവർക്ക് മൈക്ക് ഓൺ ചെയ്ത് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻസ് പോലെ മൈക്ക് ഓൺ ചെയ്ത് പറയാണ് കുറച്ചുകൂടെ നല്ലത്. തിയററ്റിക്കൽ ഫിസിക്സിന്റെ അവസാനം ദൃഷ്ടിപഥത്തിൽ എത്തിയോ എന്നൊരു വിഷയത്തെ കുറിച്ചാണ് സ്റ്റീഫൻ ഹോക്കിംഗ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ പാർട്ടാണ്. യെസ്, ചെറിയൊരു ബിറ്റ് കിട്ടി. യൂസിങ് മാത്തമാറ്റിക്സ് എന്നൊക്കെ വെച്ചു. അതെ, തിയറീസ് ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ ഫോർമുലാസ്. In theoretical physics, theories are formulated with the help of mathematical theories. മാത്തമാറ്റിക്സിലെ ബേസിക് ഓപ്പറേഷൻസ് ഉപയോഗിച്ച് തിയറീസ് ഫോം ചെയ്യുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്, ഒരു സെക്ഷൻ ആണ് തിയററ്റിക്കൽ ഫിസിക്സ്. Stephen said, in future it's a time for experimental physics. According to Stephen, we have been passing through the experimental physics, an era of experimental physics. എന്താണ് experimental physics? Theoretical physics ന്റെ ഓപ്പോസിറ്റ് ആണ്. Theories are formulated with the helps of experiments. എക്സ്പെരിമെന്റ്സിന്റെ സഹായത്തോടു കൂടി തിയറീസ് ഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെരിമെന്റൽ ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്?
അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഫിസിക്സ് സയൻസ് പഠിക്കാൻ പോകുന്നവർക്ക് അറിയാം, ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് അതിൽ തിയറിറ്റിക്കൽ ഫിസിക്സും എക്സ്പെരിമെന്റൽ ഫിസിക്സും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ പഠിക്കുക. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ തിയററ്റിക്കൽ ഫിസിക്സിന്റെ കാലം കഴിഞ്ഞു, ഇനി എന്തിന്റെ കാലഘട്ടമാണ്? എക്സ്പെരിമെന്റൽ ഫിസിക്സിന്റെ കാലഘട്ടമാണെന്ന് സ്റ്റീഫൻ എന്ത് ചെയ്യുന്നു പറയുന്നു. ഇതാണ് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് സ്റ്റീഫനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർക്കും ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ബ്രീഫ് ചെയ്തത്. യെസ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. 88 പേര് മീറ്റിലുണ്ട്. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. ഓക്കെ, ഇനി we have discussed about the childhood of Stephen. Stephen was born to Frank and Isabel Hawking. അച്ഛന്റെ പേര് ഫ്രാങ്ക്, അമ്മയുടെ പേര് ഇസബൽ ഹോക്കിംഗ്. എവിടെയാ ജനിച്ചത്? ഓക്സ്ഫോർഡ് സ്റ്റേറ്റിലാണ് അല്ലെ, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സ്റ്റേറ്റിലാണ് സ്റ്റീഫൻ ജനിച്ചത്. സ്റ്റീഫൻ, as we know, he was not a brilliant student, right? അത്ര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഒന്നും ആയിരുന്നില്ല. But he was a brilliant scientist. As you know, he was an extremely talented physicist or astrophysicist, right? So, his parents planned him to join the famous public school in London named Westminster School. But he couldn't join there. Why? Why couldn't Stephen join Westminster? During that time, during the entrance or scholarship examination time, he was ill. It was not good. It was not good in his health condition. Alle, atra health condition good ayirunilla, nannayirunilla. So he could not attend the examination. So he could not attend the entrance examination or scholarship examination, and he was denied the admission, and so he went to another school. Name please. Another school. Which was the school? So he joined. Stephen carried out his elementary education in which school? If you have the textbook, you can refer. Yeah, St. Albans School. Right? St. Albans School. By the time of 8, he was seriously thinking about becoming a scientist. We all had some dream in our childhood. But is it still existing? എപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഡ്രീം? കുട്ടിക്കാലത്ത് ചിലപ്പോൾ പൈലറ്റ് ആവണമെന്നുണ്ടാവും ആഗ്രഹിച്ചിരിക്കുക. പക്ഷെ കാലം കഴിയുമ്പോഴും ആ ഡ്രീം എന്ത് ചെയ്യും? മാറി മാറി വരും. പക്ഷെ 8 വയസ്സായപ്പോഴേ സ്റ്റീഫൻ ഹാഡ് എ ഡിറ്റർമൈൻഡ് ഡ്രീം ടു ബിക്കം എ സയന്റിസ്റ്റ്. എന്താകണമെന്നായിരുന്നു സ്റ്റീഫന്റെ ആഗ്രഹം? സയന്റിസ്റ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. So, if he wanted to become a scientist, he had to study physics and mathematics. But his father discouraged to learn mathematics because there were no jobs of mathematics except teaching. Clear ആണോ? അതായത് അച്ഛൻ മകനെ, അതായത് സ്റ്റീഫന്റെ അച്ഛൻ, അദ്ദേഹം എന്ത് ചെയ്തു? അതെന്നല്ലേ പറയുന്നത്? He encouraged his son to follow medicine. അല്ലെ, മെഡിസിൻ, അതായത് MBBS പഠിച്ചൊരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആരുടെ ആഗ്രഹം? സ്റ്റീഫന്റെ അച്ഛന്റെ ആഗ്രഹം. But Stephen was not satisfied with that opinion. Why? Stephen was not satisfied. Why? Because if he had to pursue medicine, he wanted to study a subject, biology. Right? What was the problem with biology in the point of view of Stephen? Yes, imprecise. What do you mean by imprecise? Inaccurate. Stephen considered biology as an inaccurate subject. Imprecise. Biology is imprecise. Right? Inaccurate subject. He wanted to study a subject which he could go through the roots of things. Okay. Biology, according to Stephen, biology is inaccurate subject, and there were no proper answer for many questions in biology. But in physics and mathematics, there is an accurate root. There's a root and accurate reason to the subject. Okay.
ഇതാണ് നമ്മൾ അവസാനം പറഞ്ഞത് അല്ലെ, inaccurate ആണ്. Then young Stephen was no prodigy. He was a normal English school boy. His handwriting was not good and was slow in learning. He only earned half upway in the ranks in class test. So we could say he was a mediocre student. An average student. Prodigy means genius. He was not a prodigy means he was not a genius. Okay. Prodigy. Extraordinary genius. Extraordinary genius is the same meaning. And it is the same meaning. Clear അല്ലേ? എത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ് നിർത്തിയത്. So shall we continue? Yes. So take your textbook and look. At 14, Stephen knew that he would pursue mathematics and physics. His father called this impractical for there were no jobs in mathematics except teaching. Moreover, he wanted his son to attend his own college and Oxford offered no mathematics. Oxford offered no mathematics. He followed his father's advice and studied chemistry, physics, and a little mathematics in preparation for the entrance into Oxford. He did well in physics and interview was brilliantly accepted. At 14, 14 വയസ്സായപ്പോഴേക്കും Stephen knew that he would pursue mathematics and physics. Stephen had a dream, as we know. He wanted to become a scientist. So he had to follow physics and mathematics. ഒരു സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഏത് വിഷയം ഫോളോ ചെയ്യണം? ഫിസിക്സും മാത്തമാറ്റിക്സും ഫോളോ ചെയ്യണമെന്നായിരുന്നു സ്റ്റീഫന്റെ ആഗ്രഹം. ഹിസ് ഫാദർ കോൾഡ് ദിസ് ഇംപ്രാക്ടിക്കൽ. പക്ഷെ അച്ഛൻ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ, നടക്കില്ല. സോ ആൻഡ് ഹി ജസ്റ്റിഫൈഡ് ദാറ്റ് there were no jobs in mathematics except teaching. അച്ഛൻ പറഞ്ഞതാണ്, അച്ഛൻ ന്യായീകരിച്ചത് ഇങ്ങനെയാണ്, മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ, ടീച്ചിങ് അല്ലാതെ മറ്റൊരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ടീച്ചിങ് അന്നത്തെ അത്രത്തോളം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് ആയിരുന്നില്ല അക്കാലത്ത്. സോ Stephen's decision was impractical, suggested his father. So, moreover, he wanted his son to attend his own college and Oxford offered no mathematics. തന്റെ മകനെ, ഫ്രാങ്കിന്റെ ആഗ്രഹമായിരുന്നു തന്റെ മകനെ എവിടെ പഠിപ്പിക്കണം? താൻ പഠിച്ച കോളേജിൽ തന്നെ പഠിപ്പിക്കണം. ഇയാൾ പഠിച്ച ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ. കേംബ്രിഡ്ജ് അല്ല, 2 യൂണിവേഴ്സിറ്റികളെ കുറിച്ചുകൂടെ പറയുന്നത്, മാറിപ്പോര്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു കോളേജ്, ഏതെങ്കിലും കോളേജല്ല, ഫ്രാങ്ക് തന്നെ പഠിച്ച കോളേജിൽ തന്നെ സ്റ്റീഫനെയും അയച്ചു പഠിപ്പിക്കണമെന്നായിരുന്നു ആരുടെ ആഗ്രഹം? ഫ്രാങ്ക്, അച്ഛന്റെ ആഗ്രഹം. സോ and his son attended on college and Oxford offered no mathematics. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് മെയിൻ ഓപ്ഷൻ ആയിട്ട് പഠിക്കാനുള്ള, മെയിൻ സ്ട്രീം ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ എവിടെ ഉണ്ടായിരുന്നില്ല? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ തന്നെ, താൻ പഠിച്ച കോളേജിൽ തന്നെ തന്റെ മകനെയും വിടണമെന്നുള്ള ഒരു ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റീഫന്റെ ആഗ്രഹം താൽക്കാലികമായെങ്കിലും അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്? ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ? സോ ഹി ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ്. അങ്ങനെ വേറെ വഴിയില്ലാതെ സ്റ്റീഫൻ ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ്. സ്റ്റീഫൻ എന്ത് ചെയ്തു? അച്ഛന്റെ തീരുമാനം തന്നെ ഫോളോ ചെയ്തു. And studied chemistry, physics and only a little mathematics in preparation for the entrance into the Oxford. ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും പിന്നെ ഒരു അല്പം മാത്തമാറ്റിക്സും സ്റ്റീഫൻ പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിച്ചു. He did well in physics. Entrance examiner, he performed well in physics and interview was brilliantly accepted. Interview brilliant ആയിട്ട് accept ചെയ്യുകയും he was selected for the graduation in Oxford University. In 1959, at the age of 17, Hawking went to Oxford to study natural science and specialize in physics. He joined University College, his father's college, and oldest at Oxford, founded in 1249 AD. In 1959, ഇതൊരു ടൈം ലൈൻ പോലെ ഓർക്കുക സ്റ്റീഫന്റെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തെയും പ്രത്യേകത കേട്ടോ. At 1959, at the age of 70, 17 വയസ്സായപ്പോൾ ഗ്രാജുവേഷൻ ഒക്കെ ഉള്ള സമയമായിട്ടുണ്ട്. ഹോക്കിംഗ് വെന്റ് ടു ഓക്സ്ഫോർഡ്. ഹോക്കിംഗ് എന്ത് ചെയ്തു? ഓക്സ്ഫോർഡിലേക്ക് പോയി. ഹോക്കിംഗ് ഓക്സ്ഫോർഡിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ടു സ്റ്റഡി നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസ് ഇസ് പാർട്ട് ഓഫ് ഫിസിക്സ്.
keep in mind, natural science is a part of science. Sorry, part of physics. So he decided to study natural science in Oxford University and specialize in physics. കൂടുതലായിട്ട് എന്തിൽ സ്പെഷ്യലൈസ് ചെയ്യുക? ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി സ്റ്റീഫൻ ഉണ്ടായിരുന്നു. He joined University College at his father's college and oldest at Oxford, founded in 1249 AD. അപ്പൊ നാച്ചുറൽ സയൻസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീഫൻ joined in University College. സ്റ്റീഫൻ ഏത് കോളേജിലാണ് ചേർന്നത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിലാണ് ചേർന്നത്. എവിടെയാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിലാണ് ചേർന്നത്, അല്ലെ? യൂണിവേഴ്സിറ്റി കോളേജില് സ്റ്റീഫൻ ഏത് വിഷയമാണ് പഠിച്ചത്? നാച്ചുറൽ സയൻസും. ഏത് വിഷയത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്? ഫിസിക്സിലുമാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അതായത് 1249 AD 1249 എന്ത് ചെയ്ത ഉണ്ടായ ഒരു കോളേജാണ് ഏത്? യൂണിവേഴ്സിറ്റി കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. where he studied natural science and specialized in physics. ക്ലിയർ ആണോ? ഇപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള്? ഒന്ന്, at the age of 14 Stephen decided to study physics, mathematics, but his father discouraged. Why? According to him, there were no jobs for mathematics except teaching. So, moreover, he wanted his son to attend his own college in Oxford or University College. Oxford offered no mathematics, so Stephen was compelled to study physics, chemistry and a little mathematics. വളരെ കുറച്ച് mathematics. Stephen, how did he attend the interview? He attended the interview excellent, very well, and he was joined in Oxford University. In 1959, at the age of 17, Stephen decided to study natural science and to specialize in physics. So he joined University College, his father's college, oldest one in Oxford University, founded in 1249 AD. 2 paragraphs clear ആണല്ലോ? എല്ലാം റെഡി അല്ലേ? Nevertheless, for about a year and a half, Hawking was lonely and bored. He was not inspired to relieve his boredom by exerting himself academically. But halfway through his second year, he began enjoying Oxford. So let's see how was his academic years in Oxford during 1959 and 1960s. Nevertheless, എന്നിരുന്നാലും for about a year and a half, ഒരു വർഷവും മൊത്തം 3 വർഷമാണല്ലോ ഗ്രാജുവേഷൻ. 3 വർഷമാണ് ഗ്രാജുവേഷൻ. അപ്പോ for the first about for a year and a half. അപ്പൊ എത്ര വർഷമായി ടോട്ടലി? 1.5 year, അല്ലെ? 1.5 വർഷം. ആദ്യത്തെ 1.5 വർഷം, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിന്റെ പകുതി, Hawking was lonely and bored. He felt extremely lonely and he was so much bored in his college life, in University College. He was extremely bored during the first 1.5 years. He was not inspired to relieve his boredom by exerting himself academically. തന്റെ ഈ മടുപ്പ്, സാധാരണ ഒന്നുകിൽ കോളേജിൽ മടുപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല. കോളേജിൽ മടുപ്പില്ലാതാക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണുള്ളത്. എന്താണ്? ഒന്നുകിൽ നന്നായി പഠിക്കുക, ഒന്നുകിൽ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുകിൽ നന്നായി പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കോളേജിലെ പഠനേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. സ്പോർട്സിലോ ആർട്സിലോ കോളേജിലെ എന്താണ് പിന്നെ പൊളിറ്റിക്സിലോ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക? ഏർപ്പെടുക. അപ്പൊ സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങളിലും എന്ത് ചെയ്തിരുന്നില്ല? സ്റ്റീഫൻ ഏർപ്പെട്ടിരുന്നില്ല. ഹി നെവർ ഇൻസ്പയർഡ് ടു റിലീവ് ഹിസ് ബോർഡം, അല്ലെ? അദ്ദേഹത്തിന്റെ മടുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി ഹി നെവർ ട്രൈഡ് ഇൻ അക്കാഡമിക്കലി ഓർ ഇൻ അനദർ വേസ്. പഠനം കൊണ്ടോ പാഠ്യേതര പ്രവർത്തനങ്ങൾ കൊണ്ടോ തന്റെ ബോർഡം, തന്റെ മടുപ്പ് ഇല്ലാതാക്കാനുള്ള ശ്രമം ആര് നടത്തിയിരുന്നില്ല? സ്റ്റീഫൻ ഹോക്കിംഗ് നടത്തിയിരുന്നില്ല. ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. പക്ഷേ halfway through the second year, രണ്ടാമത്തെ വർഷം പകുതിക്ക് ശേഷം സ്റ്റീഫൻ ഹോക്കിംഗ് began to
enjoy his life in Oxford University and University College. Okay, clear ആണല്ലോ? He became popular and well accepted among his peers. He was popular in the college after the halfway up to the second year. Second year പകുതി ആയതിനു ശേഷം എന്താ Stephen became popular and well accepted. എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറി among his peers. Peers എന്ന് വെച്ചാൽ എന്താ? Group of similar age, same age ഉള്ള ഒരേ പ്രായക്കാരുടെ കൂട്ടത്തെയാണ്, സമാന വയസ്കരുടെ സംഘത്തെയാണ് എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാർക്കിടയിലൊക്കെ എന്ത് ചെയ്തു? He was well accepted and popular and they remember him. കൂട്ടുകാർ ഇപ്പോഴും ഓർക്കാറുണ്ട്. They remember him as lively. Lively means very active and buoyant. Buoyant means cheerful. He seems always happy. Stephen seems always happy. Okay. That is buoyant. Buoyant means cheerful. Cheerful. And adaptable. He was not only cheerful and lively but also adaptable. Adaptable മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം അല്ലെ? അഡാപ്റ്റബിൾ പേഴ്സണാലിറ്റി ആണ്. മാത്രമല്ല അഡോപ്റ്റബിൾ അല്ല. അഡാപ്റ്റബിൾ എന്ന് വെച്ചാൽ അതിനുമായിട്ട് ചേർന്ന് പോകുന്ന വ്യക്തിയാണ് കേട്ടോ. അഡോപ്റ്റബിൾ അല്ല, അഡാപ്റ്റബിൾ ആണ്. ADAPTABL അല്ലേ? അഡാപ്റ്റബിൾ മീൻസ് ആ സാഹചര്യവുമായി ഇണങ്ങിപ്പോകുന്ന വ്യക്തിയെന്ന്. സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകുന്നവരെയാണ് അഡാപ്റ്റബിൾ എന്ന് പറയുന്നത് കേട്ടോ. അഡോപ്റ്റബിൾ അല്ല, അഡാപ്റ്റബിൾ. ഓക്കെ, സോറി ഫോർ ദ മിസ്റ്റേക്ക്. He wore his hair long, was famous for his wit, liked classical music and science fiction, and took part in sports. നോക്കൂ, അദ്ദേഹത്തെ ആൾക്കാർ ഓർമ്മിക്കുന്നത് എങ്ങനെയാണ്? He wore his hair long. മുടി ഇങ്ങനെ നീട്ടി വളർത്തിയിരുന്നു. Was famous for his wit. He was very jovial. വളരെ തമാശക്കാരനായിരുന്നു. And liked classical music. എന്തൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു? ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടപ്പെട്ടിരുന്നു. സയൻസ് ഫിക്ഷൻ. സയൻസ് ഫിക്ഷൻ അറിയാലോ എന്താ സയൻസ് ഫിക്ഷൻ? ശാസ്ത്രവും ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ നോവലുകളോ സിനിമകളോ ഒക്കെയാണ് സയൻസ് ഫിക്ഷൻ നോവൽ, സയൻസ് ഫിക്ഷൻ മൂവി എന്നൊക്കെ പറയുന്നത്. സയന്റിഫിക് ഇൻവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കഥകളെയോ സിനിമകളെയോ ഒക്കെയാണ് നമ്മൾ സയൻസ് ഫിക്ഷൻ നോവൽസ് എന്നും സയൻസ് ഫിക്ഷൻ മൂവീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ സയൻസ് ഫിക്ഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്. ആൻഡ് took part in sports. മാത്രമല്ല എന്തിലും പങ്കെടുത്തിരുന്നു? സ്പോർട്സിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പൊ നോക്കൂ, ശ്രദ്ധിക്കുക. How about the first and half years of Stephen in Oxford? ഒന്ന് പറഞ്ഞേ. What was the condition of Stephen in Oxford during the first and half years? Answer പറയൂ. ടൈപ്പ് ചെയ്തു. Was he enjoyed his first year? He did not enjoy. He did not enjoy the first and half year of his Oxford life. He felt severe loneliness and he was extremely bored. But halfway up to the second year, he began to enjoy Oxford. Right? He became very popular and well accepted among his friends. They remember him. He wore his hair long, liked classical music, liked science fiction, and he took part in sports. Okay. However, at the end of the third year, Hawking almost floundered. He selected theoretical physics as a specialty. He had then applied to do PhD at Cambridge and was accepted on a condition that he got a first from Oxford. Hawking was confident that he could get through this successfully, but the examination day approached, his confidence failed. Hawking ended up disastrously on the borderline between a first and a second. However, at the end of third year, എന്നിരുന്നാലും മൂന്നാമത്തെ വർഷം ആയപ്പോഴേക്കും, രണ്ടാമത്തെ വർഷം പകുതി ആയപ്പോഴേക്കും ഒക്കെ അയാൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി, നന്നായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ, മൂന്നാമത്തെ വർഷം അവസാനമായപ്പോഴേക്കും ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലണ്ടേർഡ്. ഫ്ലണ്ടേർഡ് മീൻസ് സ്ട്രഗിൾഡ്. ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലണ്ടേർഡ്. ഹി വാസ് സ്ട്രഗിൾഡ് ബിക്കോസ് he selected theoretical physics as his specialty. അയാൾ മൂന്നാമത്തെ വർഷം സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഏതാണ്? അതായത് സ്പെഷ്യാലിറ്റി തിയററ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു. തിയററ്റിക്കൽ ഫിസിക്സിന്റെ പ്രത്യേകത അറിയാം. നല്ലൊരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ തിയററ്റിക്കൽ ഫിസിക്സ് നന്നായി പഠിക്കാൻ സാധിക്കൂ. എന്താണ് കാര്യം?
നല്ലൊരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ തിയററ്റിക്കൽ ഫിസിക്സ് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് കാരണം? ബിക്കോസ് പറയൂ. ആരും പറയുന്നില്ല. Because the fundamental theories of theoretical physics are formulated with the help of mathematics. Mathematics അറിയാമെങ്കിൽ മാത്രമേ തിയറീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ തിയററ്റിക്കൽ ഫിസിക്സില്. അപ്പൊ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പൊതുവെ സ്റ്റീഫൻ ഇപ്പൊ കുറവാണ്. കാരണം ഓക്സ്ഫോർഡിൽ എന്തില്ല? മാത്തമാറ്റിക്സ് മെയിൻ സ്ട്രീം ആയിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ സോ ഹി ഫ്ലണ്ടേർഡ്, സോ ഹി സ്ട്രഗിൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ഇൻ Oxford University. So he then applied to PhD at Cambridge and was accepted on a condition that he got a first from Oxford. ഓക്സ്ഫോർഡിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത PhD ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഹി അപ്ലൈഡ് ഇൻ കേംബ്രിഡ്ജ്. ലണ്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? PhDക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. He would only get the admission for the PhD in Cambridge if he got a first rank for his graduation in Oxford. Do you get it? ഓക്സ്ഫോർഡില് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാജുവേഷൻ കോഴ്സിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ മാത്രമേ കേംബ്രിഡ്ജിൽ എന്തിന് അഡ്മിഷൻ തരുള്ളൂ? PhDക്ക് വേണ്ടിയിട്ട്, അല്ലെ? റിസർച്ച് സ്കോളർ ആവാൻ വേണ്ടിയിട്ടുള്ള, റിസർച്ച് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കിട്ടുകയുള്ളൂ. PhDക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഇതായിരുന്നു കണ്ടീഷൻ. ഓക്കെ. അപ്പൊ കേംബ്രിഡ്ജിലെ PhDക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സ്റ്റീഫൻ തീരുമാനിച്ചു. PhDക്ക് ജോയിൻ ചെയ്യുമ്പോൾ കേംബ്രിഡ്ജില് ഉണ്ടായിരുന്ന ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് എന്തായിരുന്നു? He could only get the admission in Cambridge for PhD if he successfully complete his graduation with first rank. Clear അല്ലേ? So, Hawking was confident that he could get through successfully. Hawking എന്താ വിചാരിച്ചേ? Hawking വളരെ കോൺഫിഡന്റ് ആയിരുന്നു. നമ്മുടെ 9ാം ക്ലാസ്സിൽ പഠിച്ച തരുണിനെ ഓർമ്മയില്ലേ? റേസിൽ പഠിച്ച തരുണിനെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ തരുൺ അവിടെ ഫേസ് ചെയ്തു. Can you remember? ഉണ്ട്. അതായത് ചിൽഡ്രൻസ് ഡേക്ക് നടക്കുന്ന റേസിലെ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രം രാംനാരായൺ ട്രെയിൻ ചെയ്യാം എന്ന്, അല്ലേ? അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ആർക്ക് കൊടുത്ത ഓഫറാണ്? തരുൺ കൊടുത്ത ഓഫറാണ്. കേട്ടപ്പോൾ തരുണിന് നിസ്സാരമായി തോന്നി. താൻ പാസ്സാകുമെന്ന് തോന്നി, താൻ തന്നെ ഫസ്റ്റ് നേടും, താൻ തന്നെ വിജയിക്കുമെന്ന് തോന്നിയെങ്കിലും, താൻ തന്നെ ചാമ്പ്യനാകുമെന്ന് തോന്നിയെങ്കിലും പക്ഷെ മത്സരത്തില് പരാജയപ്പെടുകയാണ് ചെയ്തത്, അല്ലെ? ഇവിടെയും അതുപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. ഹോക്കിംഗ് വാസ് ഇനഫ് കോൺഫിഡൻസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ടൈം, ബട്ട് the examination day approached, his confidence failed. പക്ഷെ പരീക്ഷാ സമയം ആയപ്പോഴേക്കും സ്റ്റീഫന്റെ കോൺഫിഡൻസ് ഒക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുകയും ഹോക്കിംഗ് ended up disastrously on the borderline between a first and second. വളരെ നിരാശാജനകമായി തന്നെ സ്റ്റീഫൻ എത്തിച്ചേരേണ്ടത് എവിടെയായിരുന്നു? 1ാം റാങ്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ 1നും 2നും റാങ്കിനിടയിൽ 1-2 മാർക്ക് വ്യത്യാസം. മനസ്സിലാക്കണം. 1-2 മാർക്കിന്റെ വ്യത്യാസത്തിൽ ആർക്ക്? സ്റ്റീഫന് 1ാം റാങ്ക് നഷ്ടപ്പെട്ടു. കണ്ടീഷൻ അറിയാമായിരുന്നല്ലോ, 1ാം റാങ്ക് കിട്ടിയാലേ കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടും. പക്ഷെ ഇപ്പൊ സ്റ്റീഫനക്ക് എത്തി നിൽക്കുന്ന എവിടെയാണ്? ബിറ്റ്വീൻ ദ ബോർഡർ ലൈൻ ഓഫ് ഫസ്റ്റ് റാങ്ക് ആൻഡ് സെക്കൻഡ് റാങ്ക്. അതായത് നമുക്ക് അറിയാം, 10ാം ക്ലാസ്സിൽ ചിലപ്പോൾ 2-3 മാർക്കിനൊക്കെ A+ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, അല്ലെ? അതേ അവസ്ഥ 1-2 മാർക്കിന് ഫസ്റ്റ് റാങ്ക് ആർക്ക് നഷ്ടപ്പെട്ടു? സ്റ്റീഫൻ നഷ്ടപ്പെട്ടു. ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചേ? ബാക്കി പോവാലോ, കണ്ടിന്യൂ ചെയ്യല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്റ്റീഫൻ ഇനി അഡ്മിഷൻ കിട്ടോ? കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടോ? ബിക്കോസ് he failed up to attain his first rank. Right. Faced with borderline results, the examiner summoned Hawking for an interview and questioned him about his plans. In spite of tenseness of the situation, Hawking managed to come up with a kind of remark for which he was famous among his friends. If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first. He got his first and he went to Cambridge.
ഫേസ്ഡ് വിത്ത് ബോർഡർ ലൈൻ റിസൾട്ട്. നമ്മൾ ഇങ്ങനെയുള്ള ബോർഡർ ലൈൻ റിസൾട്ട് വരുമ്പോൾ നമ്മളൊന്ന് റീവാലുവേഷൻ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള ഒരു ബോർഡർ ലൈൻ റിസൾട്ട് വരുന്ന സമയത്ത് റീവാലുവേഷൻ കൊടുക്കാറില്ലേ? അതുപോലെ ഇവിടെ റീവാലുവേഷൻ അല്ല, ഒരു ബോർഡർ ലൈൻ റിസൾട്ട് ഉദ്ദേശിച്ചത് 1 നും 2 നും ഇടയിൽ, 1ാം റാങ്കിനും 2ാം റാങ്കിനും ഇടയിൽ, 1ാം റാങ്കിന് 2 or 3 മാർക്ക് വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയി. സോ ദ എക്സാമിനേഴ്സ് സമൺ ഹോക്കിംഗ്. എക്സാമിനേഴ്സ് കോൾഡ്, സമൺ മീൻസ് കോൾഡ്, വിളിപ്പിക്കുക. കോൾഡ് ഹോക്കിംഗ് ഫോർ ആൻ ഇന്റർവ്യൂ. ഹോക്കിങ്ങിന് ഒരു ഇന്റർവ്യൂ, മാർക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഹോക്കിങ്ങിന് എന്ത് ചെയ്തു? ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിപ്പിച്ചു. ആൻഡ് ക്വസ്റ്റ്യൻഡ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ പ്ലാൻസ്. അയാളുടെ ഭാവി പ്ലാനുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്തു? ഒന്ന് അന്വേഷിച്ചു. ഇൻ സ്പൈറ്റ് ഓഫ് ടെൻസ്നെസ് ഓഫ് ദി സിറ്റുവേഷൻ. ശരിക്കും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ഈസി സിറ്റുവേഷൻ ആണോ? ടെൻസ്നെസ് സിറ്റുവേഷൻ ആണ് അല്ലെ? ടെൻഷൻ പിടിച്ച സിറ്റുവേഷൻ ആണെങ്കിലും അതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഹോക്കിംഗ് മാനേജ് ടു കം അപ്പ് വിത്ത് എ കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ് അല്ലെ? ഏത് അഡ്വേഴ്സ് സിറ്റുവേഷനിലും എന്താ വളരെ പോസിറ്റീവായിട്ട്, വളരെ ഹ്യൂമറസ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടായിരുന്നു? സ്പൈറ്റ് വിരുദ്ധമായി. സൗണ്ട് ക്ലിയർ ആണെന്നാണോ? സൗണ്ട് ക്ലിയർ അല്ല. ഓക്കെ ആയോ? എല്ലാവരും ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറയാം. സോ faced with the borderline result. So Stephen was in a borderline result between first and second. So examiners, university officials summon him, call him for an interview. ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിപ്പിച്ചു. ഇയാളുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിക്കുന്നത്. നമ്മുടെ റിവാലുവേഷൻ കൊടുക്കുന്നത് പോലെ ഇത് നേരിട്ട് വിളിപ്പിച്ചു. And see, in spite of tenseness of the situation. In spite means വിരുദ്ധമായി. ടെൻസ്നെസ് ഓഫ് സിറ്റുവേഷൻ, ആ സാഹചര്യത്തിന്റെ ടെൻഷൻ, പരിഭ്രമത്തിന് വിരുദ്ധമായി സ്റ്റീഫൻ വളരെ പോസിറ്റീവായിട്ട്, സാധാരണ ആ ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവായിട്ട് പെരുമാറുള്ളൂ, വളരെ വിഷമത്തോടെ പെരുമാറുള്ളൂ. പക്ഷെ ഇവിടെ വളരെ ചിയർഫുൾ ആയിട്ട്, വളരെ പോസിറ്റീവായിട്ടും സ്റ്റീഫൻ പെരുമാറുകയും he managed to come up with a kind of remark for which he was famous among his friends. കൂട്ടുകാർക്കിടയിൽ സ്റ്റീഫനെ ഫേമസ് ആക്കി മാറ്റിയ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ് ആ കാര്യം? he had always been positive. എപ്പോഴും എന്തായിരുന്നു? വളരെ പോസിറ്റീവായി. സോ here he expressed his positive attitude and he said, if I get a first, I shall go to Cambridge. If I receive second, I will remain at Oxford. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒഫീഷ്യൽസിനോട് പറഞ്ഞ കാര്യമാണ്, if I get a first, നിങ്ങളുടെ കാര്യം കൊണ്ട് എനിക്കൊരു ഫസ്റ്റ് തന്ന 1-2 മാർക്കിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, ആ മാർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കൊരു ഫസ്റ്റ് റാങ്ക് തന്നു കഴിഞ്ഞാൽ I will go to Cambridge. ഞാൻ എന്ത് ചെയ്യും? PhDക്ക് വേണ്ടി കേംബ്രിഡ്ജിൽ പോകും. ലെസ്റ്റ് അല്ല എങ്കിൽ I remain in Oxford. ഞാൻ എന്റെ പഠനം എവിടെ തുടരും? ഓക്സ്ഫോർഡിൽ തുടരും. ഇതിൽ വേറെ സംഭവിക്കാനൊന്നുമില്ലല്ലോ അല്ലെ? ഇതിൽ വേറെ തലപോകുന്ന കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് 1ാം റാങ്ക് തന്നാൽ ഞാൻ ഓക്സ്ഫോർഡിൽ പോയി കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കും, എന്റെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കും. ഇഷ്ടപ്പെട്ട വിഷയം മാത്തമാറ്റിക്സ് ആണ്, പക്ഷെ ഇവിടെ അത് പഠിക്കാനുള്ള സൗകര്യമില്ല. തന്നില്ല, 2ാം റാങ്ക് തന്നെയാണ് എനിക്ക് തരാൻ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ എവിടെ തന്നെ തുടരും? ഓക്സ്ഫോർഡിൽ തന്നെ തുടരുമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സ്റ്റീഫൻ പറഞ്ഞു. So I expect that you will give me a first. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എനിക്ക് ഫസ്റ്റ് തരുമെന്നാണ്. ഇയാളുടെ ഈ പോസിറ്റീവായുള്ള റെസ്പോൺസിൽ ആര് ഇംപ്രസ്ഡ് ആയി? ഒഫീഷ്യൽസ്, യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ് ഇംപ്രസ്ഡ് ആവുകയും സോ he got his first and went to Cambridge. എന്ത് കിട്ടി? ഫസ്റ്റ് റാങ്ക് കിട്ടുകയും എങ്ങോട്ട് പോവുകയും ചെയ്തു? കേംബ്രിഡ്ജിലേക്ക് പോവുകയും ചെയ്തു. ഇനി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, പുതിയ യൂണിവേഴ്സിറ്റിയിലോട്ടാണ്. ഓക്സ്ഫോർഡിലാണ് ഇത്രയും കാലം പഠിച്ചത്, ഇനി പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. His first year at Cambridge was worse than that at Oxford. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ വർഷം എങ്ങനെയായിരുന്നു നമുക്കറിയാം. എങ്ങനെയായിരുന്നു? He was extremely bored and he felt loneliness, right? So his first year at Cambridge was worse than that in Oxford. ഓക്സ്ഫോർഡിലേക്കാളും മോശമായിരുന്നു. ഓക്സ്ഫോർഡിലെ ആദ്യത്തെ വർഷത്തെക്കാളും മോശമായിരുന്നു എവിടത്തെ അവസ്ഥ? കേംബ്രിഡ്ജിലെ അവസ്ഥ അല്ലെ? കേംബ്രിഡ്ജിലും സ്റ്റീഫൻ അതേ അവസ്ഥ തന്നെയായിരുന്നു. ഹിസ് സ്ലിപ്ഷർട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സ്ലിപ്ഷർട്ട് മാത്തമാറ്റിക്കൽ, സ്ലിപ്ഷർട്ട് മീൻ കെയർലെസ്. സ്ലിപ്ഷർട്ട് എന്ന് വെച്ചാൽ എന്താണ്? കെയർലെസ്. കെയർലെസ് മാത്തമാറ്റിക്കൽ. സ്റ്റീഫന് നല്ലൊരു സ്ട്രോങ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? സ്റ്റീഫന് നല്ലൊരു സ്ട്രോങ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഇല്ല. അത് തന്നെയാണ് കാര്യം. അതാണ് സ്ലിപ്ഷർട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഹിസ്
Slipshod means careless mathematical background caught up with him. അത് അദ്ദേഹത്തെ വല്ലാതെ പിടിമുറുക്കി. കാരണം and he found general relativity extremely tough. കേംബ്രിഡ്ജിൽ ഇപ്പൊ പഠിക്കുന്ന മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് ഫിസിക്സിലെ തന്നെ ജനറൽ റിലേറ്റിവിറ്റി ആണ്. എന്താണ് ജനറൽ റിലേറ്റിവിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? തിയറി ഓഫ് റിലേറ്റിവിറ്റി. ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. E is equal to mc square. Energy can neither be produced nor be destroyed എന്നുള്ള തിയറി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? But it can be transformed from one form into another. പഠിച്ചിട്ടുണ്ടോ? ഊർജ സംരക്ഷണ നിയമം, ലോ ഓഫ് എനർജി കൺസർവേഷൻ, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? ജനറൽ തിയറി റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ എന്താ നമ്മുടെ മൂവ്മെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫിസിക്സിലെ മോഷൻ മൂവ്മെന്റിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അതായത് ഒരു വസ്തുവിന്റെ ആപേക്ഷികമായ മറ്റൊരു വസ്തു ചലിക്കും. അപ്പൊ നമ്മൾ ബസ്സിൽ പോകുമ്പോ പുറത്തുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ തോന്നാറുണ്ട് അല്ലേ? അത് ശരിക്കും പുറത്തുള്ള സാധനം മൂവ് ചെയ്യുന്നതുകൊണ്ടാണോ നമ്മൾ മുമ്പോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണോ? അതാണ് റിലേറ്റിവിറ്റി. എല്ലാ കാര്യങ്ങളും ഒന്നിനോട് മറ്റൊന്ന് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഏതിൽ പെടുന്നതാണെന്ന് ഊഹിക്കാമോ? തിയററ്റിക്കൽ ഫിസിക്സിലാണോ എക്സ്പെരിമെന്റൽ ഫിസിക്സിലാണോ? തിയററ്റിക്കൽ ഫിസിക്സിലാണ്. തിയററ്റിക്കൽ ഫിസിക്സ് പഠിക്കണമെങ്കിൽ സ്ട്രോങ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം. സ്റ്റീഫൻ ആ സ്ട്രോങ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കാരണം ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ആ പേപ്പർ പഠിക്കാൻ ഹി വാസ് മച്ച് സ്ട്രഗിൾ. ഒരുപാട് എന്ത് ചെയ്തു? സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് എന്ത് ചെയ്തു? ബുദ്ധിമുട്ടി. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ജനറൽ തിയറി റിലേറ്റിവിറ്റി പഠിക്കാൻ അയാൾ വല്ലാതെ കഷ്ടപ്പെടുകയും അനദർ ഫോം ഓഫ് ഡിസാസ്റ്റർസ് പ്രോബ്ലം അറോസ് ദെൻ. മറ്റൊരു ദാരുണമായ ഡിസാസ്റ്റർസ് മീൻസ് ദാരുണമായ മറ്റൊരു പ്രശ്നം, മറ്റൊരു പ്രോബ്ലം അറോസ് ദെൻ ഉണ്ടായി. എന്താണെന്ന് അറിയാമോ? പഠിക്കുന്ന കാര്യം ഒന്ന്, പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒന്ന്. കാരണം ബിക്കോസ് ഓഫ് ഹിസ് കെയർലെസ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ദെൻ അനദർ ഡിസാസ്റ്റർസ് പ്രോബ്ലം വാസ് ഡ്യൂറിംഗ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന കാലത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്സ്ഫോർഡിൽ 3-ാം വർഷം പഠിക്കുന്ന കാലത്തെ ഒരു പ്രശ്നമുണ്ട്. ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. ഹോക്കിംഗ് ചില അപലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. ചില ശാരീരികമായ അവശതകളൊക്കെ ആര് പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു? ഹോക്കിംഗ് പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. അതിലൊന്നാണ് ഹി ഹാഡ് ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരന്റ് റീസൺ. ഒരു കാരണവുമില്ലാതെ. സാധാരണ നമ്മുടെ ബ്ലഡ് പ്രഷറിൽ വാരിയേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ വീഴാറുണ്ട് അല്ലേ? കൂടെ കുറെയൊക്കെ ചെയ്യുമ്പോൾ തലവേറ്റി വീഴാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ തന്നെ 1-2 വട്ടം ആര് വീണു? സ്റ്റീഫൻ ഹോക്കിംഗ് വീണു. 1-2 വട്ടം ഒരു കാരണവുമില്ലാതെ വീഴുകയും ദ ഫോളോയിങ് ഓട്ടം, പിന്നെ ഓട്ടം സീസണിൽ ശരത്കാലത്ത് അറ്റ് കേംബ്രിഡ്ജിൽ he had trouble tying his shoes and sometimes he had difficulty in talking. സ്വന്തം ഷൂ ലേസ് കെട്ടാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ കുനിഞ്ഞു നിന്ന് സ്വന്തം ഷൂവിന്റെ ലേസ് കെട്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും, ഇങ്ങനെ ചില എന്താ ആരോഗ്യപരമായ ഹെൽത്ത് ഇഷ്യൂസ് ആര് ഫേസ് ചെയ്തു? സ്റ്റീഫൻ ഹോക്കിംഗ് ഫേസ് ചെയ്തു. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം he was not expert in mathematics, so he felt much difficulty in learning theory of relativity. The second one, he showed some symptoms of being unhealthy. അല്ലെ? കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഉണ്ടായിരുന്നെങ്കിലും കേംബ്രിഡ്ജിൽ പഠിക്കുന്നത് എന്തായി? സിവിയർ ആയി. Was trouble with tying up his shoelace and trouble in speaking. സംസാരിക്കാനും ഷൂലേസ് കിട്ടാനും ഒക്കെയുള്ള വൈഷമ്യങ്ങൾ ആര് നേരിട്ടു? സ്റ്റീഫൻ ഹോക്കിംഗ് നേരിട്ടു. ക്ലംസി മീൻസ് അവലക്ഷണം എന്നാണ്. അവലക്ഷണം എന്താ? ചില രോഗലക്ഷണങ്ങൾ എന്നുള്ളത്. ഡിസീസ്, രോഗം, എന്തോ അസുഖമാണ്. എന്താ അസുഖം നമ്മൾ പറയും? slipshod, careless. Apparent means വ്യക്തമായ, clear. Apparent reason means clear reason. Apparent reason, clear reason. Someone means called. To be called. വിളിപ്പിക്കുക. Called അല്ല, to be called. വിളിപ്പിക്കുക എന്നാണ്. Arose means started, began, തുടങ്ങി. ഡിസാസ്റ്റേഴ്സ് ഞാൻ കുറെ നേരം മുമ്പ് പറഞ്ഞതാണ്. ദാരുണമായ, എക്സ്ട്രീംലി പാത്തറ്റിക് എന്നുള്ള അർത്ഥം. എക്സ്ട്രീംലി പാത്തറ്റിക് ഡിസാസ്റ്റേഴ്സ്. സ്ലിപ്ഷഡ് മീൻസ് കെയർലെസ്.
കെയർലെസ് എന്നോ വീക്ക് എന്നൊക്കെ പറയാം. വീക്ക്, ദുർബലമായ. ടൈങ് എന്ന് വെച്ചാൽ കെട്ടുക, ഷൂലേസ് കെട്ടുന്നതിന്, നമ്മുടെ ഷൂവിന്റെ വള്ളി കെട്ടുന്ന അതിനായിട്ട് ആ ടൈങ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലംസി മീൻസ് അവലക്ഷണം, രോഗലക്ഷണം. എറോസ് മീൻസ് ബിഗാൻ. ഇനിയൊന്നുമില്ല, സംശയങ്ങളൊന്നുമില്ല. എറോസ് മീൻസ് ബിഗാൻ. തിയറി ഓഫ് റിലേറ്റിവിറ്റി. റിലേറ്റിവിറ്റി എന്ന് മാത്രമല്ല, തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷിക സിദ്ധാന്തം. ഫിസിക്സിലെ ഒരു മെയിൻ തിയറിയാണ്. ഫിസിക്സിലെ തന്നെ തിയററ്റിക്കൽ ഫിസിക്സിലെ ഒരു തിയറിയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. നിങ്ങൾ പഠിക്കും, സയൻസുകാരൊക്കെ പഠിക്കും. ഫ്ലണ്ടേർഡ് മീൻസ് സ്ട്രഗിൾഡ്. ഡിസീസ് അസുഖം. സ്ലിപ്ഷഡ് കെയർലെസ്. ഇൻ സ്ലിപ്റ്റ് അല്ല, ഇൻ സ്പൈറ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇൻ സ്പൈറ്റ് എന്ന് വെച്ചാൽ ഇൻ കോൺട്രാസ്റ്റ്, വിരുദ്ധമായി, അതിന് വിരുദ്ധമായി. നമ്മുടെ പതിവിന് വിരുദ്ധം എന്നൊക്കെ പറയാറില്ലേ, അതിനാണ് ഇൻ സ്പൈറ്റ്, വിരുദ്ധം എന്നുള്ള അർത്ഥത്തിൽ. കോൺട്രാസ്റ്റിംഗ് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് പോയാൽ മതി. എറോസ് ബിഗാൻ. ടയേഴ്സ് ഓഫ് സീറ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞാണല്ലേ. ടയേഴ്സ് ഓഫ് സീറ്റ് ഒന്ന് അവന്റെ തിയേറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ, നിരനിരയായി സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, തിയേറ്ററിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ. ഇൻസ്പയർഡ് ടു റിലീവ് എന്ന് വെച്ചാൽ ഇല്ലാതാക്കാനുള്ള ശ്രമം. എന്തില്ലാതാക്കാനുള്ള ശ്രമത്തെ കുറിച്ചാണ് പറഞ്ഞത്? ബോർഡം, മടുപ്പില്ലാതാക്കാനുള്ള ശ്രമം. സമൺ, ടു ബി കോൾഡ്, വിളിപ്പിക്കുക. സമൺ എന്ന് വെച്ചാൽ ടു ബി കോൾഡ്, വിളിപ്പിക്കുക. ടഫ്, ഹാർഡ്, ബുദ്ധിമുട്ട്. വിറ്റ്, തമാശ. അപ്പോഴേ ഇതുവരെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാനൊരു വർക്ക് തരട്ടെ, വീട്ടിലിരുന്ന് ചെയ്യാൻ ഞാനൊരു വർക്ക് തരട്ടെ. സിമ്പിൾ ആയിട്ടുള്ള ജോലി ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം മുതൽ ഇതുവരെ, ഇന്നിപ്പോ ഇതുവരെയാണോ പറഞ്ഞത്, അതുവരെയുള്ള ഭാഗത്തിന്റെ അതുവരെ പറഞ്ഞിട്ടുള്ള ഭാഗത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊന്ന് ലിസ്റ്റ് ചെയ്യുക. ഇത് മൊത്തത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ആരുടെ, സ്റ്റീഫന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങള് ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കുക, ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. എന്തിനാണെന്നുള്ളത് പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ ഇതുവരെയുള്ളത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അടുത്ത ദിവസം ചാപ്റ്റർ ഫിനിഷ് ചെയ്യുമ്പോൾ ബാക്കി കൂടി എഴുതിയാലും കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ബയോഗ്രഫി എങ്ങനെ എഴുതും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് നിർബന്ധമായും അത് ചെയ്തിരിക്കണം. ഓക്കെ, ശരി.